കേരള രാഷ്ട്രീയത്തിൽ ഭരണം മാറി വി.ഡി. സതീശൻ സംസ്ഥാന രാഷ്ട്രീയത്തിൻ്റെ മുഖ്യമന്ത്രിയായി അധികാരമേറ്റതിന് പിന്നാലെ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും ഒരേപോലെ വേട്ടയാടാനും തുടക്കത്തിൽ തന്നെ വലിയൊരു കെണിയിൽപ്പെടുത്താനുമുള്ള ആസൂത്രിത നീക്കങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് മുൻ കോൺഗ്രസ് നേതാവ് സിമി റോസ്ബെൽ ജോൺ നൽകിയ ഹർജിയിൽ ഇപ്പോൾ ഹൈക്കോടതി മുഖ്യമന്ത്രി വി.ഡി. സതീശനും അദ്ദേഹത്തിൻ്റെ സഹോദരൻ വി.ഡി. അജയ്കുമാറിനും നേരിട്ട് നോട്ടീസ് അയച്ചിരിക്കുന്നത്. ഒറ്റനോട്ടത്തിൽ ഇതൊരു സാധാരണ കോടതി നടപടിയായി തോന്നാമെങ്കിലും ഇതിൻ്റെ കൃത്യമായ ടൈമിങ്ങും ഇതിലേക്ക് മുഖ്യമന്ത്രിയുടെ സഹോദരനെ പോലും അനാവശ്യമായി വലിച്ചിഴക്കുന്നതും പരിശോധിച്ചാൽ പുതിയ മുഖ്യമന്ത്രിയെ വ്യക്തിപരമായി തകർക്കാനും അദ്ദേഹത്തിൻ്റെ പ്രതിച്ഛായക്ക് മങ്ങലേൽപ്പിക്കാനുമുള്ള വലിയൊരു രാഷ്ട്രീയ തന്ത്രമാണ് ഇതിന് പിന്നിലെന്ന് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. ഈ കേസിൻ്റെയും ആരോപണങ്ങളുടെയും പശ്ചാത്തലം നമ്മൾ കൃത്യമായി വിശകലനം ചെയ്യേണ്ടതുണ്ട്. തനിക്കും തൻ്റെ കുടുംബത്തിനും മുഖ്യമന്ത്രി വി.ഡി. സതീശനിൽ നിന്നും അദ്ദേഹത്തിൻ്റെ സഹോദരൻ വി.ഡി. അജയ്കുമാറിൽ നിന്നും ഭീഷണിയുണ്ടെന്നും തനിക്ക് പോലീസ് സംരക്ഷണം വേണമെന്നുമാണ് സിമി റോസ്ബെൽ തൻ്റെ ഹർജിയിലൂടെ ആവശ്യപ്പെടുന്നത്. കൂടാതെ തെരഞ്ഞെടുപ്പിന് ശേഷം വി.ഡി. സതീശൻ തനിക്ക് പണം വാഗ്ദാനം ചെയ്തുവെന്ന പഴയൊരു ആരോപണവും ഇവർ ഈ ഹർജിയിൽ ഉന്നയിക്കുന്നുണ്ട്. പാർട്ടിക്കുള്ളിലെ ആഭ്യന്തര തർക്കങ്ങളെ തുടർന്ന് കോൺഗ്രസിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഒരു വ്യക്തിയാണ് സിമി റോസ്ബെൽ. പാർട്ടിയിൽ നിന്ന് പുറത്തായതിൻ്റെ നിരാശയും പ്രതികാര ബുദ്ധിയും വെച്ചുകൊണ്ട് പുതിയ മുഖ്യമന്ത്രിയുടെ കുടുംബാംഗങ്ങളെ പോലും വിവാദങ്ങളിലേക്ക് വലിച്ചിഴക്കുന്നത് തികച്ചും രാഷ്ട്രീയ പ്രേരിതം തന്നെയാണ്. സതീശൻ മുഖ്യമന്ത്രിയായ ഈ സാഹചര്യത്തിൽ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ സഹോദരൻ അജയ്കുമാറിനെയും വേട്ടയാടിക്കൊണ്ട് ഭരണത്തിൻ്റെ തുടക്കത്തിൽ തന്നെ മാനസികമായി തളർത്താൻ ഇതിലും വലിയൊരു ആയുധം എതിരാളികൾക്ക് കിട്ടാനില്ല. അതുകൊണ്ട് തന്നെ പുറത്താക്കപ്പെട്ട ഒരു മുൻ നേതാവിൻ്റെ വ്യക്തിപരമായ ആരോപണങ്ങളെ വളരെ കൃത്യമായ രാഷ്ട്രീയ അജണ്ടയോടെയാണ് മറുപക്ഷം ഏറ്റെടുത്തിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സഹോദരനും കോടതി നോട്ടീസ് അയക്കുക എന്നത് വലിയ വാർത്തയാക്കി മാറ്റാൻ വളരെ എളുപ്പമാണ്. കോടതികൾ ഒരു പരാതി വരുമ്പോൾ സ്വാഭാവികമായ ഒരു പ്രാഥമിക നടപടി എന്ന നിലയിലാണ് നോട്ടീസ് അയക്കുന്നത്. അല്ലാതെ ഇതിൽ സതീശനോ അദ്ദേഹത്തിൻ്റെ സഹോദരൻ അജയ്കുമാറോ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയിട്ടില്ല. എന്നാൽ ഇവിടെ സംഭവിക്കുന്നത് ഈ നോട്ടീസിനെ മുഖ്യമന്ത്രി വി.ഡി. സതീശനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനുമെതിരെയുള്ള വലിയൊരു കുറ്റപത്രമായി ചിത്രീകരിക്കുകയാണ്. അതുപോലെ തന്നെ മാധ്യമങ്ങളിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും വലിയ രീതിയിലുള്ള അപവാദ പ്രചരണങ്ങൾ അഴിച്ചുവിടാനുള്ള ശ്രമങ്ങളാണ് വി.ഡി. സതീശൻ എന്ന ശക്തനായ നേതാവിനെ ജനമധ്യത്തിൽ മോശക്കാരനാക്കുക എന്നുള്ളത്. അദ്ദേഹത്തിൻ്റെ സഹോദരനെ പോലും ഇതിലേക്ക് വലിച്ചു കീറി അപമാനിക്കുക, അതുവഴി പുതിയ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളിൽ നിന്നും ശ്രദ്ധ തിരിക്കുക എന്നൊക്കെയാണ് ഒരു തന്ത്രത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇതിൻ്റെ ലക്ഷ്യങ്ങളെ കാണാനുള്ളത്. ഇതൊരു കൃത്യമായ രാഷ്ട്രീയ നാടകവും കെണിയുമാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. തെരഞ്ഞെടുപ്പ് കാലത്തെ പണമിടപാടുകളോ ഭീഷണികളോ ഒക്കെയായി ബന്ധപ്പെടുത്തി മുഖ്യമന്ത്രി സതീശനും സഹോദരൻ അജയ്കുമാറിനുമെതിരെയുള്ള ഉന്നയിക്കുന്ന ഈ ആരോപണങ്ങൾക്ക് പിന്നിൽ യാതൊരുവിധ വിശ്വസനീയമായ തെളിവുകളുമില്ല. മുൻപ് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയിട്ടും നടപടി ഉണ്ടാകാത്തതിനെ തുടർന്നാണ് കോടതിയെ സമീപിച്ചത് എന്ന് ഹർജിയിൽ പറയുന്നുണ്ട്. എങ്കിലും ഇതിന് പിന്നിലെ യഥാർത്ഥ ലക്ഷ്യം നിയമ പോരാട്ടമല്ല, മറിച്ച് രാഷ്ട്രീയമാണ്. നിയമ പോരാട്ടത്തിൻ്റെ വഴിയിലൂടെ പുതിയ മുഖ്യമന്ത്രിയെയും സർക്കാരിനെയും തുടർച്ചയായി വിവാദങ്ങളിൽ നിർത്തി ശ്വാസം മുട്ടിക്കുക എന്ന തന്ത്രമാണ് രാഷ്ട്രീയ എതിരാളികൾ ഇവിടെ പയറ്റുന്നത്. ജനവിധിയിലൂടെ അധികാരത്തിൽ വന്ന വി.ഡി. സതീശനെ രാഷ്ട്രീയമായി നേരിടാൻ കെൽപ്പില്ലാത്തവർ ഇത്തരം കള്ളക്കേസുകളുടെയും അദ്ദേഹത്തിൻ്റെ സഹോദരനെ പോലെയുള്ള കുടുംബാംഗങ്ങളെയും മുൻനിർത്തി കളിക്കുകയാണ്. എന്നാൽ നിയമത്തിൻ്റെ വഴിയിലൂടെ തന്നെ ഈ രാഷ്ട്രീയ ഗൂഢാലോചനകളും കള്ളക്കഥകളും വരും ദിവസങ്ങളിൽ പൂർണ്ണമായും പൊളിയുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.